ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചെറുപയർ പരിപ്പ് വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ആദ്യം തന്നെ ഒരു അരക്കപ്പ് ചെറുപയർ പരിപ്പ് ഒരു പാനിലിട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5-6 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 250 ഗ്രാം വെള്ളം ഇട്ടിട്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വെള്ളം മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുക. റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിടെ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 2-3 ഏലക്കയുടെ ഉള്ളിലത്തെ കറുത്ത സീഡ് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അതോടെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ടൈറ്റായിട്ട് വരുന്നുണ്ട്. നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. നമുക്ക് ബോൾസ് പോലെ ഉരുട്ടിയെടുക്കുക. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. ഞാൻ ഇതേപോലെ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് തടവിയിട്ട് നമുക്ക് ഈ ഒരു മിക്സ് ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. സ്പാച്ചുലയിൽ നന്നായിട്ട് നെയ്യ് തടവിയിട്ട് തന്നെ ലെവൽ ചെയ്തെടുക്കാം. എൻ്റെ ഒരു ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഹൽവ പോലെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്കൊരു 4 മണി പലഹാരം റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.